ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ അത് കേട്ടിട്ട് ഇവിടെ ശ്രീ ജി വി ഹരി, കോൺഗ്രസിന്റെ വക്താവായ ശ്രീ ജി വി ഹരി ചിരിക്കുന്നുണ്ടായിരുന്നു. ശ്രീ ജി വി ഹരി എന്താണ് അപ്പൊ അങ്ങനെ ഒരു കല്ലുകടി ഇന്ത്യ സഖ്യത്തിലുണ്ടോ? ഒരു കല്ലുകടിയുമില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനകത്ത് ശ്രീ മഞ്ജുഷ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മവിശ്വാസമൊന്നും ഇപ്പം ജയേന്ദ്രൻ മാഷെ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമൊന്നും എന്തായാലും NDAക്കും അതോടൊപ്പം BJPക്കും ഇല്ല. എൻ്റെ കാരണം കൂടി ഞാൻ പറയാം. 2014 ഇവർക്ക് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. 2014 അവരധികാരത്തിൽ വരുമ്പോൾ 282 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷം BJPക്ക് മാത്രമുണ്ടായിരുന്നു. അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 44 സീറ്റിലാണെന്ന് കോൺഗ്രസ് ഉള്ളത്. രണ്ടാമത് തവണ 2019 അധികാരത്തിൽ വരുമ്പോഴും അവർക്ക് 303 സീറ്റിൻ്റെ കേവല ഭൂരിപക്ഷം കടന്ന് 303 സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു. ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം മോഡി സർക്കാർ അധികാരത്തിൽ മൂന്നാം തവണ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? 240 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തിൽ എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടു, ഇതുവരെ നമ്മൾ കാണാത്ത കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി എവിടെടുത്തിരുന്നാൽ തൊട്ടടുത്ത് രാജ്നാഥ് സിംഗും അതിൻ്റെ വലതുവശത്തായിട്ട് അമിത്ഷായും ഇരിക്കുന്ന ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി NDA നിങ്ങളുടെ മാധ്യമങ്ങളെല്ലാവരും ഇവിടെ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായി NDA യോഗം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്നു. NDA എന്ന് പറയുന്നത് വെറും ആ 3 അക്ഷരത്തിൽ മാത്രമായിരുന്നുവെങ്കിൽ ആദ്യമായി ഈ ഘടകകക്ഷികളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് പ്രത്യേകിച്ച് അവർക്ക് മോഡിയുടെ തൊട്ടടുത്ത് സീറ്റ് നൽകി എല്ലാ പരിഗണനകളും നൽകിക്കൊണ്ട് ശ്രീ ചന്ദ്രബാബു നായിഡുവിനും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിനെയും അടുത്തിരുത്തിക്കൊണ്ട് അതോടൊപ്പം ഷിൻഡെ ഞാൻ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, അത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവരുടെ സമീപനത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സമീപനത്തിൽ ഞങ്ങളത് ചെയ്യുന്നതിൽ അത്ഭുതമില്ല. അവർക്കത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ സാഹചര്യം അനുസരിച്ച് മാറാൻ കഴിയാത്ത നേതാക്കളാണോ ഇവരൊക്കെ? എത്രയിടത്ത് ഭരണം പിടിക്കാൻ കഴിഞ്ഞിരുന്നു? അല്ല, അവിടെയൊക്കെ ഈ അമിത്ഷായുടെയും മോദിയുടെയും തന്ത്രങ്ങളാണ് അവസാനം വിജയിച്ചത്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് എത്രയോ സംസ്ഥാനങ്ങളിൽ ഇവർ അടവ് നയം മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഇവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 10 വർഷം അവരെടുത്തിരിക്കുന്ന ഒരു നിലപാട് നമ്മൾ ശ്രദ്ധിച്ചാൽ അവർക്ക് മാറാൻ കഴിയുമോ എന്ന് മഞ്ജുഷ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 10 വർഷക്കാലം അവരുടെ സമീപനം എന്തായിരുന്നു? ഇവർ രണ്ടുപേരും കൂടെ ഈ നമ്മൾ പറയാറില്ല ഈ ഡോസ് അവർ തമ്മിൽ തീരുമാനിച്ചതിന് ശേഷം കാര്യങ്ങൾ നടപ്പാക്കും. ഇവിടെ BJPക്ക് അകത്ത് പോലും ഇത് ചർച്ചയുണ്ടാവില്ലാറില്ല. BJPക്ക് അകത്തുള്ള നേതാക്കന്മാർ അടക്കം പറയുന്നു, നമുക്കെല്ലാവർക്കും കേൾക്കാം. അദ്ദേഹം പറഞ്ഞ ഇടനേഴയിൽ സംസാരിക്കുന്ന BJP നേതാക്കന്മാരാണ്. എന്തിനേറെ പറയുന്നു, ശിവസേന നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ കൂടുതൽ പിന്തുണ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. അത് ഇവരുടെ ഒരു സമീപനം ഏകപക്ഷീയമായിട്ടുള്ള ഒരു അതോറിറ്റേറിയൻ സമീപനം, ജനാധിപത്യപരം ഒട്ടുമില്ലാതെ അത് പാർലമെന്റിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ BJPക്ക് അകത്തായിക്കോട്ടെ ഈ രണ്ടുപേർ മാത്രം എടുത്തുകൊണ്ടുവരുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ 5, 6, 7 പേര് അല്ലെങ്കിൽ 10, 15 പേരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് മഞ്ജുഷേ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി തന്നെ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് 3-4 അവകാശങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നു. സീറ്റിൻ്റെ കാര്യം മാത്രമല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അഗ്നിവീർ പദ്ധതി നടപ്പാക്കരുത്, പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ജാതി സെൻസസ് രാജ്യത്ത് നടപ്പാക്കണം എന്ന് സർക്കാർ വരുന്നതിന് മുമ്പ് BJPയോട് അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തുമാത്രം എത്ര ശക്തമാണ് 12ഉം 17ഉം സീറ്റുകളുള്ള നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം 240 സീറ്റുള്ള BJPയോട് അവർ വിലപേശുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വിലപേശാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു. ഡോക്ടർ